നമസ്കാരം. പാണ്ടിക്കാട് ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ ഹിബ അബ്ദുൾ മജീദ്, ഡോക്ടർ നിഷിത എന്നിവരാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം ഡോക്ടേഴ്സ്. നമസ്കാരം. പലരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് സെക്സ് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പോലും ഒരു ഓപ്പൺ ഡിസ്കഷൻ ചെയ്യാത്തൊരു കാര്യമാണ്. ഇത് ശരിയായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതിൻ്റെ പ്രശ്നങ്ങളും സംശയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. പലപ്പോഴും ഈ സെക്സ് എന്ന് പറയുമ്പോൾ ആളുകൾ എന്താ വെച്ചാൽ അത് കേൾക്കാൻ പറ്റില്ലാത്ത അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളൊരു ധാരണയിലാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ സെക്ഷൽ എഡ്യൂക്കേഷൻസും വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. ഈ സെക്ഷൽ എഡ്യൂക്കേഷൻസ് കുറവായതുകൊണ്ട് തന്നെ പല കുട്ടികളും തെറ്റായ രീതിയിലും ഫോൺ അഡിക്ഷൻസ്, അതുപോലെ തന്നെ മാസ്റ്റുർബേഷൻ ഹാബിറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസുകളാണ് നമ്മൾ ഈ സെക്സ് എന്നതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് വരുന്ന ഒരുപാട് ഫീഡ്ബാക്കുകളുണ്ട്. കാരണം ഒരുപാട് തെറ്റായ മിഥ്യാധാരണകളുണ്ട്. പലപ്പോഴും ഈ ധാരണകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ, പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിലും പലപ്പോഴും ഇത് അറിവുണ്ടാവില്ല. പുരുഷന്മാരെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആൺകുട്ടികളെ പറ്റിയിട്ടാണെങ്കിൽ പലപ്പോഴും മറ്റ് ഫ്രണ്ട്സ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പോൺ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും അവരിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിവുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതും അറിവ് പലപ്പോഴും തെറ്റായ രീതിയിലായിരിക്കും ചെയ്യും. നമ്മൾ ഈ അടുത്തിറങ്ങിയൊരു മൂവി ഉണ്ടായിരുന്നു, കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് പറഞ്ഞിട്ട്. അതിലുള്ള ശരിക്കും ആ ഒരു എന്താണ്, അവർക്ക് ഫ്രണ്ട്സ് എന്താ പറഞ്ഞു കൊടുക്കുന്നത് അത് മാത്രമേ അറിയുന്നുള്ളൂ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നോ അല്ലെങ്കിൽ എത്രത്തോളം അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ, ആ പാർട്ട്ണറിന് എത്രത്തോളം അതിൽ പങ്കുണ്ട് എന്നുള്ളതൊന്നും ഈ ഒരു പുരുഷൻ അറിയുന്നില്ല. അപ്പോൾ ശരിക്കും സെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെടുക എന്നുള്ളത് ആ ഒരു ഘടകത്തിന് പുരുഷനും സ്ത്രീക്കും ഒരേപോലെ പ്രാധാന്യമുണ്ട്. അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്നുള്ളത് പരസ്പരം ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് പോലും ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നില്ല. അത് ഈ പുരുഷന്മാരുടെ ആയാലും സ്ത്രീകളുടെ ആയാലും പലപ്പോഴും ഈ സെക്സ് എന്ന് പറയുന്നത് ഇമോഷണലിയും ഫിസിക്കലിയും അതുപോലെ തന്നെ മെൻ്റലി എല്ലാം കൂടെയുള്ള ഒരു മിക്സപ്പാണ്. പലപ്പോഴും ഇതെന്താ വെച്ചാൽ പുരുഷന്മാർക്ക് ഒരു ജസ്റ്റ് ഒരു സീയിങ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് കാണുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർ സെക്ഷലി ആക്ടിവേറ്റ് ആവും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് കൂടുതൽ ഒരു ഇമോഷണലി ആയിരിക്കും അവർ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുക. പല സന്ദർഭങ്ങളും എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഈ സെക്ഷൽ എഡ്യൂക്കേഷൻസോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു കോമൺ ഡിസ്കഷനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെൺകുട്ടികളിലും മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും അവർ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടിയാണ് പോകാറുള്ളത്. പറഞ്ഞപ്പോഴാണ് ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവർ ഹസ്ബൻഡായിരുന്നു അതിനെ കൺസൾട്ട് ചെയ്യാൻ വന്നിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ വൈഫിന് എന്നോട് തീരെ താല്പര്യമില്ല, ഞാൻ അവരെ കെട്ടിപ്പിടിക്കാൻ പോലും ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടാണ് അവർ ചിലപ്പോഴൊക്കെ എന്നോട് പെരുമാറാറുള്ളത്. നിങ്ങളൊന്ന് വൈഫിനെ ഒന്ന് കൺസൾട്ട് ചെയ്യോ, എന്താണ് ഇതിൻ്റെ പ്രശ്നം, അതിന് മരുന്ന് കൊടുക്കുമെന്ന് വെച്ചിട്ട് ബന്ധപ്പെടാനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിനെ വിളിച്ച് ചോദിച്ചപ്പോൾ വൈഫ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഡോക്ടറെ എൻ്റെ ഹസ്ബൻഡ് നല്ല ചൂടനാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, തൊട്ടിനെ പിടിച്ചതിനൊക്കെ നന്നായിട്ട് ചൂടാവുന്നുള്ള. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പരങ്ങ് പോവും, പുറത്തിറങ്ങി മൂപ്പരാൾ ഓക്കെ ആയി. ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൽ ഫുൾ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ട് ഒരു നല്ല വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല, ഫുൾ ഇത്രയും ചീത്ത പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ കിടന്നിട്ടുണ്ടാവും. പുള്ളി എല്ലാം മറന്ന് രാത്രി എന്നെ കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ എൻ്റെ മനസ്സിൽ പുള്ളിനോട് വല്ല താല്പര്യം ഉണ്ടാവുമോ? ഞാൻ ആട്ടും, എനിക്ക് കഴിയില്ല. ഡോക്ടർ പറഞ്ഞാൽ ഇതിനെന്ത് മരുന്നാണ് കുടിക്കേണ്ടതെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇമോഷൻ എന്ന് പറയുന്നത് ഭാര്യയ്ക്കും ഇതിപ്പോൾ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അധികം ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലോടാണ് ആ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അതല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ കാണുന്നത് പോലെ തന്നെ അവർക്ക് അവരെ സ്നേഹം കാണിക്കുന്നത് ഫിസിക്കലായിട്ടാണ്. പക്ഷെ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആവാതെ അവർക്ക് ഒരിക്കലും സെക്സ് ആക്ടിവേറ്റഡ് ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാനൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവൾക്കൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ 10 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ പോലും ഇപ്പം എടുത്ത് പറയുന്ന പറയും. സ്ത്രീകളൊരു പ്രശ്നമാണ്, അത് ഞാൻ എന്താ ചെയ്യുക അതിനെന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഇവർ പറയുന്നത് എനിക്ക് വെൻഡ് ഔട്ട് ചെയ്യാനൊരു സാഹചര്യം ഇല്ല, എന്നാലല്ലേ എൻ്റെ മനസ്സിൽ നിന്ന് ഇത് പോവുള്ളൂ. പണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് പിന്നെ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുമ്പോൾ, പ്രത്യേകിച്ച് സെക്സിനോട് കാണിക്കുമ്പോൾ എനിക്ക് താല്പര്യം വരില്ല എന്നുള്ളൊരു ഘടകം അവിടെയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ശരിക്കും വൈഫിനും ഹസ്ബൻഡിനും ഒരുപോലെ കൗൺസിലിംഗ് അത്യാവശ്യമാണ്. കാരണം നമ്മളെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ നമുക്ക് ഒരു ലൈംഗികത എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ പുരുഷനാണെങ്കിൽ ഇപ്പോൾ ചില കേസിൽ ടെൻഷൻ, ഇപ്പോൾ ഹിബ പറഞ്ഞപ്പോഴാണ് ഒരു കേസ് നമ്മളെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഹസ്ബൻഡിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള സെക്ഷൽ കംപ്ലയിൻ്റ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ നേരെ തിരിച്ചായിരുന്നു. കാരണം എപ്പോഴും സൗകര്യം കിടത്തുന്ന ഒരു വൈഫായിരുന്നു അത്ര ഡാങ്ങയുടെ ഒരു പ്രശ്നം എന്ന്. അപ്പോൾ ആദ്യത്തെ ഒരു സിറ്റിങ്ങിലൊക്കെ നമ്മളെ അടുത്ത ആൾ ഓപ്പൺ ചെയ്യാൻ കുറച്ചും
മടി കാണിച്ചു ഇതെന്താണെന്ന് പറയാൻ. പിന്നീട് നമ്മൾ അയാളുടെ അടുത്ത് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഫാമിലീനെയും കൂട്ടി വരൂ എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ എക്സാക്ട്ലി അയാൾ റീസൺ പറഞ്ഞത്. എന്താ വെച്ചാൽ അവർ തമ്മിൽ ഈ വൈഫ് എപ്പോഴും എന്താ വെച്ചാൽ പണ്ടുണ്ടായത് ഇയാളുടെ ഇൻസിഡൻസുകൾ ഇങ്ങനെ എടുത്തിട്ടാണ് അത്ര എപ്പോഴും പറയുന്നത്. അപ്പോൾ ബെഡ്റൂം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്ക് എപ്പോഴും ഈ വൈഫിൻ്റെ ഒരു ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം കാരണം തന്നെ ആൾക്ക് ഒരിക്കലും ഉദാഹരണം പോസിബിൾ ആവുണ്ടായിരുന്നില്ല. അപ്പോൾ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് കാരണം പാർട്ട്ണറുടെ ഒരു സപ്പോർട്ടും കൂടി അതിന് അത്യാവശ്യമാണ്. കാരണം ഈ ഇറിറ്റേറ്റീവായിട്ട് വരുന്നൊരു വൈഫാണെങ്കിലും അത് ഇമോഷണലി അവർ നന്നായിട്ട് ഹേർട്ട് ചെയ്യും, ഹസ്ബൻഡിനെ ആണെങ്കിലും. അപ്പോൾ ഈ സെക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും മെൻ്റൽ ഐക്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫീമെയിൽസ് ആണെങ്കിലും അതുപോലെ തന്നെ മെയിൽസ് ആണെങ്കിലും, കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. പിന്നെ മൈൻഡ് ഇമ്പോർട്ടൻ്റ് ആവുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് പ്രീമച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയും, പെട്ടെന്ന് ശുക്ലം പോകുന്ന ഒരു പ്രശ്നം. അപ്പം അതിൽ പലർക്കും എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി മാസ്റ്റർബേറ്റ് ചെയ്ത് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നൊരവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പം ആദ്യമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് ഇത് കുറേ ബിൽഡപ്പൊക്കെ കൊടുത്തിട്ടാണല്ലോ ആദ്യ രാത്രിയിൽ പുരുഷന്മാർ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. സ്ത്രീകൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് അധികവും വരാറുള്ളത്. അപ്പോൾ ഇതിന് കുറേ ബിൽഡപ്പൊക്കെ കൊടുത്ത് ഇത്ര മണിക്കൂർ ചെയ്യാറുണ്ട് ഞാൻ, നിനക്ക് ഇത്ര മണിക്കൂർ കിട്ടും, നീ ഈ മരുന്ന് കുടിച്ചോ അതും തിരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആദ്യ രാത്രിയിലേക്ക് തന്നെ ചെല്ലുക. ഫസ്റ്റിൽ തന്നെ ചിലപ്പോൾ തൊടുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ പ്രവേശിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചിലർക്ക് ശുക്ലം പോയിട്ടുണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം പോലും പോകുമ്പോഴേക്കും എനിക്ക് വരുമോ, അതേപോലെ ആവോ, ഇനി എനിക്ക് ഉദാഹരണം ഉണ്ടാവാതെ ആവോ, ആ ഒരു പേടിയിലാണ് പിന്നെ പോകുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും അത് പോകുമെന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും ആളുകൾ എത്താറുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹത്തിന് മുൻപ് ഒരു ഇതിനെക്കുറിച്ച് നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമാണ്. പലപ്പോഴും എന്താ വെച്ചാൽ ഒരു പ്രീമറൈറ്റൽ കൗൺസിലിംഗ് ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മുടെ ഒ പിയിൽ ഒരുപാട് കേസസ് വരാറുണ്ട്. പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് സെക്ഷൽ കോണ്ടാക്റ്റ് പോസിബിൾ ആവില്ല പറഞ്ഞിട്ട്. കാരണം അതൊരു വജൈനിസ്മസ് എന്നുള്ളൊരു കണ്ടീഷനാണ് പൊതുവേ ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് വരുന്ന എന്താ വെച്ചാൽ പലപ്പോഴും അവരെന്താ വെച്ചാൽ സ്കൂളുകളിലും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ കേട്ടിട്ടുള്ള ഈ സെക്ഷൽ കോണ്ടാക്റ്റ് വരുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഇതൊരു പെയിൻ ആയിട്ടുള്ളൊരു ഇതാണ് എന്നുള്ളൊരു ഫിയർ ഉണ്ടാവും. കാരണം പൊതുവേ നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിലൊന്നും ഇത് പൊതുവേ ഡിസ്കസ് ചെയ്യില്ല. അപ്പം ഒരു സിസ്റ്റേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു അമ്മയാണെങ്കിലോ ഒന്നും കുട്ടീൻ്റെ അടുത്ത് ഇത് എന്താണ് എന്ന് പറയില്ല. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും ആരുടെയും അടുത്തൊന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടിട്ടുള്ള ഒരു നോളേജ് മാത്രമേ ഈ കുട്ടിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാതെ ആവും ഫാമിലി ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടാവുക. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എന്താ വെച്ചാൽ ഈ ഒരു ഹിബ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ ഫസ്റ്റ് നൈറ്റിൽ ഉണ്ടാവുന്ന ഒരു ട്രോമ, ആ ഒരു ട്രോമയൊക്കെ കാരണം തന്നെ അവർക്ക് പിന്നെ ഇതിന് തീരെ പറ്റാത്തൊരു കണ്ടീഷനിലേക്കായിരിക്കും. കാരണം സെക്ഷൽ കോണ്ടാക്റ്റ് പിന്നെ ആളുകളുടെ അടുത്ത് വെച്ചാൽ ഇത് നടന്നിട്ടില്ലെങ്കിൽ നിന്നെ ഡിവോഴ്സ് ചെയ്യും എന്നുള്ളൊരു ഭീതിയും കൂടി ഉണ്ടാവും. പലപ്പോഴും അതുകൊണ്ടും കൂടി ആയിരിക്കും. ഈവൻ നമ്മളെ ഒ പിയിൽ കഴിഞ്ഞ മാസത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കേസ്, ആ കുട്ടി എന്നോട് പറയണ്ടായി, ഡോക്ടർ എനിക്ക് തീരെ പറ്റണില്ല, പക്ഷേ എന്നെ ഒഴിവാക്കും എന്നുള്ളൊരു കാരണം പേടിച്ചിട്ടാണ് ഞാൻ ഇതിന് കിടന്നു കൊടുക്കുന്നത്, പക്ഷേ എനിക്കിത് തീരെ പറ്റണില്ല. അവസാനം ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തീരുമാനിച്ചതെന്ന്. കാരണം അപ്പോഴും ആ കുട്ടീൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ജീവിതം ഇനി ഒന്നും ആവില്ല, അല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഭയം കാരണമാണ് നമ്മളടുത്ത് എത്തിയത്. അപ്പോൾ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻസ് ഇല്ലാത്തത് ഇതിന് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതേപോലെ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് വേറൊന്ന് പറയുന്നത് ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുവേ നമ്മളുടെ യങ്ങർ ജനറേഷന് ഉണ്ടാകുന്ന ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പോൺ വീഡിയോസിലൂടെയാണ്. അപ്പോൾ അതിലെന്താണോ ഉള്ളത് അതുപോലെ വീട്ടിലുള്ള സ്ത്രീകളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന പോലെ വേണം നമ്മൾ സ്ത്രീകളോട് പെരുമാറാൻ, എന്നാൽ മാത്രമേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒന്ന്. രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പോൺ കാണുന്ന ആളുകളിൽ ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ബസ്സിൽ നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്യുക, പബ്ലിക്കായിട്ട് നിന്ന് അവയവം കാണിച്ചു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുട്ടികളോടുള്ള വയലൻസ് കൂടുതലായിട്ട് അതിക്രമമായിട്ട് കാണുന്ന ഇതിൻ്റെയൊക്കെ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് ഈ പോൺ അഡിക്ഷനാണ് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ കാണുന്നുള്ളൂ, ആ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അതിലൊരു താല്പര്യം തോന്നില്ല. പിന്നെ അതിനേക്കാളും ഹൈലി സെൻഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമ്മളെ തീവ്രത കൂട്ടുന്ന ആ ഒരു ഫീലിങ്സ് കൂട്ടുന്ന വീഡിയോസിലേക്ക് പോകും. അത് പോയി അതിൻ്റെ ചിലർക്ക് അങ്ങനെയാണ് പലർക്കും ഈ ഫെറ്റിഷ് എന്ന് പറയുന്ന രീതിയിലേക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, വലിയ പ്രായമൊന്നുമില്ല, ഇങ്ങനെ ഒരു 20s ആ ഒരു ഏജ് ആയിരിക്കും. ഡോക്ടർ എനിക്ക് ഫെംഡോം എന്ന് പറയുന്ന ഒരു ഫെറ്റിഷാണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നായിപ്പോയി, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ പറഞ്ഞ ഡോക്ടർ ഞാൻ പോണ് കാണുകയാണെങ്കിൽ പോലും ഞാൻ അതെന്താ വെച്ചാൽ ഫീമെയിൽ ഡോമിനേറ്റിങ്, അതായത്
സാധാരണഗതിയിൽ പുരുഷൻ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ നിന്ന് നേരെ തിരിച്ച് ഫീമെയിൽ എന്നെ കെട്ടിയിടുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പം ഞാൻ സീനിയർ ആയിട്ടുള്ള സ്ത്രീകളെ കാണുമ്പം എനിക്ക് അങ്ങനത്തെ ഇമാജിനേഷൻസ് വരികയാണ് ഓവറായിട്ട്. വേറൊരു കേസ് വന്നിരുന്നു, എൻ്റെ അമ്മനെ പോലും എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് അവരെ കാണുമ്പോൾ സെക്ഷൽ ഫീലിങ്സ് എറൗസ് ചെയ്യാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൂടെ സ്ത്രീകൾ പോകുമ്പം ഞാൻ അവരെ നോക്കി മാസ്റ്റർബേറ്റ് ചെയ്യാണ്. ഒരിക്കൽ വീട്ടിലെ അമ്മ പിടിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി എന്ന് പറയുന്ന അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ സെൻഷ്വാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടറെ എനിക്ക് എൻ്റെ ഭാര്യനെ കണ്ട താല്പര്യം തോന്നുന്നില്ല, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കാണുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര വൾഗറായിട്ടുള്ളതാവാം, അല്ലെങ്കിൽ അതിൽ ഒരുപാട് മരുന്നുകളൊക്കെ കുത്തി വെച്ചിട്ടുണ്ടാകുന്ന ഒരുപാട് ശരീരഭാഗങ്ങളാവാം. അപ്പോൾ ഇതൊക്കെ സ്വന്തം വീട്ടിലുള്ള ആളുകളിൽ കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ അടുത്ത് കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവളോട് ബന്ധപ്പെടാനോ കാര്യങ്ങളോ ഒന്നും താല്പര്യം വരുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം അവിടെ. രണ്ട് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്ന കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. അതിനകത്ത് പെട്ടെന്ന് വരുന്ന പ്രിമച്ചർ ഇജാക്കുലേഷൻ, അതുപോലെ തന്നെ എറക്ടൈൽ ഡിസ്ഫങ്ഷനൊക്കെ ഇതിനൊരു പ്രധാന കാരണമാവാറുണ്ട്. ഈ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നുള്ളൊരു കേസസ് നമ്മൾ എടുക്കുമ്പോഴാവും അവരുടെ ഒരു ഹിസ്റ്ററി അറിയുമ്പം കുറേ ആളുകൾക്ക് ഈ മാസ്റ്റുർബേഷൻ ഹിസ്റ്ററി ഡൊമിനൻ്റ് ആയിട്ട് കാണാറുണ്ട് പ്രിമച്ചർ ഇജാക്കുലേഷനും. കാരണം നമ്മളെ മൈൻഡ് അതിനനുസരിച്ചിട്ട് സെറ്റാവും ഈ ഇത്തരത്തിൽ പെട്ടെന്ന് ഇജാക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാസ്റ്റുർബേഷൻ ചെയ്യുമ്പോൾ. അതുമൂലം തന്നെ എന്താ വെച്ചാൽ ആളുകൾ ഇത് സ്വന്തം ഭാര്യയുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് വരുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ ഇവർ സാധ്യമാവില്ല. കാരണം ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവും. കാരണം ഈ മാസ്റ്റർബേഷൻ തന്നെ ഒരു പ്രധാന ഇല്ലനാണ്. ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആളുകളിലൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രിമച്ചർ ഇജാക്കുലേഷൻ കാരണം ചിലർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് ശുക്ലം പോയിട്ടുണ്ടാവും, പിന്നെ അവർക്ക് ഉദാഹരണം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഇടയിൽ ഇഞ്ചുറീസ് ഉണ്ടാവാം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവർ കമഴ്ന്ന് കിടന്നിട്ടായിരുന്നു മാസ്റ്റർബേറ്റ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. ഞാനൊന്നും കാണാറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ കമഴ്ന്ന് കിടന്ന് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ദിവസം ലിംഗം അങ്ങ് എന്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞു. അതിനുശേഷം ആൾക്ക് ഉദാഹരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് പോലും ഈ ഒരു ഉദാഹരണക്കുറവ് ഉണ്ടാക്കും. ഇപ്പോൾ ഇത് ശുക്ലം അകത്ത് ചെല്ലാതെ, ഒരു സെമൻ അകത്ത് ചെല്ലാതെ, സ്പേമും അണ്ടവും തമ്മിലൊരു ബന്ധപ്പെടലില്ലാതെ കുഞ്ഞുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാരണത്താൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ മാസ്റ്റർബേഷൻ എന്ന് പറയുമ്പം ശാരീരികമായിട്ട് വേറൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളതിലപ്പുറം അവർക്ക് അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ അവർക്ക് മെലിഞ്ഞു പോവാം. ഇപ്പം ബോഡി ബിൽഡേഴ്സൊക്കെ ആവാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, എനിക്ക് തടിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ മാസ്റ്റർബേഷൻ ഓവർ ആയതുകൊണ്ടാണ്. അതേപോലെ എന്താണ്, മുടി വല്ലാണ്ട് കൊഴിയുക, പെട്ടെന്ന് ഭയങ്കര ക്ഷീണം തോന്നുക, എന്തൊക്കെ ചെയ്താലും ആ ക്ഷീണം അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ചില ആളുകൾക്കുണ്ട് രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്നതാണ് ഉദാഹരണം ഉണ്ടാവും, നോർമലാണത്. മോർണിംഗ് ഇറക്ഷൻ എന്ന് പറയുന്നത് നോർമലാണ്. അതില്ലാന്നാണെങ്കിൽ അവർക്ക് വേറെ നോർമൽ എന്നുള്ളത് രീതിയിലാണ്. അപ്പം നമ്മൾ അതെന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് ഇറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്, അത് പോകാൻ വേണ്ടി മാസ്റ്റർബേറ്റ് ചെയ്യുന്നതെന്നാണ് പറയാം. പക്ഷെ അത് ആക്ച്വലി നീട്ടൊന്ന് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും അത് പോവാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒന്ന് കോൾഡ് ഷവർ എടുത്തു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് മാസ്റ്റർബേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തേക്കുള്ള എനർജി മൊത്തം അവിടെ തീർന്നു. പിന്നെ ഫുൾ ഡേ ഭയങ്കര ഒരു ഡള്ളായിക്കൊണ്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഈ മാസ്റ്റർബേഷൻ ഹിസ്റ്ററി ഹിബ പറഞ്ഞപ്പോഴാണ് പലപ്പോഴും നമ്മൾക്കറിയാം ബെൻഡായിട്ടുള്ള പെനിസ് എന്നുള്ള ഒരു ഡിസീസ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് പ്രവാസികളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അതിനകത്ത് തന്നെ വെച്ചാൽ അവർ ഈ ക്യാമ്പ് മാതിരിയുള്ളിടത്തൊക്കെ താമസിക്കുമ്പം ഈ കമന്ന് കിടന്നിട്ടായിരിക്കും ഇവർ പലപ്പോഴും മാസ്റ്റർബേഷൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഒരുപാട് പ്രവാസികളിൽ കാണുന്നൊരു കണ്ടീഷനും കൂടി ആയതുകൊണ്ടാണ് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇത്തരത്തിൽ പെനിസിന് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കമന്ന് കിടന്ന് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് മൂലം. അതുകൊണ്ട് ഇഞ്ചുറീസ് ഉണ്ടാവുക ക്രമേണ തന്നെ അതിന് ബെൻഡ് വരികയും അവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള ഒരു കണ്ടീഷനിൽ എത്താറുണ്ട്. ഒരുപാട് നമ്മളടുത്ത് വരുന്ന കേസസിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്, ഈ പ്രവാസികളാണ് കൂടുതലായിട്ട്, അപ്പോൾ അവരത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് മുതിർന്നവരിൽ മാത്രമല്ല കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്നൊരു സംഭവമാണ്. അതെ അതെ.
അത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അംഗനവാടിയിലും അതുപോലെ ചെറിയ ചെറിയ നഴ്സറികളിലൊക്കെ കുഞ്ഞുങ്ങൾ അവരുടെ വജൈനൽ ഏരിയാസ് എവിടെയെങ്കിലും പോയി റബ്ബ് ചെയ്യുക, അതങ്ങനെ ടച്ച് ചെയ്യുന്നൊക്കെ ആയിട്ട്, അപ്പോൾ അത് കൂടുതലായിട്ട് മാറുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഡെവലപ്മെൻ്റൽ ഏജിൽ, അതായത് നമ്മൾ വളർന്നു വരുന്ന പ്രായത്തിൽ പല സ്റ്റേജുകളുണ്ട്. അപ്പോൾ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓറൽ സ്റ്റേജാണ്. അതായത് നമ്മൾക്ക് എന്ത് കിട്ടിയാലും, ഈ ചെറിയ കുട്ടികൾ എന്ത് കിട്ടിയാലും വായിലിടുന്നത്, അത് അവർക്കൊരു പ്ലഷറാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു സ്റ്റേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അറിയാതെ റബ്ബ് ചെയ്ത് പോയതായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിപ്പോയതായിരിക്കും. അപ്പോൾ ആ ഒരു കാരണത്താൽ അവർക്ക് എന്തോ ഒരു പ്ലഷർ തോന്നി, അപ്പോൾ വീണ്ടും അത് ചെയ്ത് നോക്കുന്നു എന്നുള്ളത്. അവർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് ആ ഒരു ഏജിൽ നിന്ന് അത് വിട്ടുപോയി കഴിഞ്ഞാൽ അതങ്ങ് മാറിപ്പോവാറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ടീനേജ് ഏജിലാണ് പിന്നീട് അത് വല്ലാണ്ട് കണ്ടുവരുന്നത്. അപ്പോൾ അത് പേരൻസ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരെ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെ അതിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അതേപോലെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ വെച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്സിനെ പറ്റി നമ്മളെ വീടുകളിൽ പോലും ചർച്ച ചെയ്യില്ല. കാരണം അല്ലെങ്കിൽ കുട്ടി ഇപ്പോൾ ഒരു സംശയം ചോദിച്ചാൽ പോലും അത് നമ്മളുടെ കുട്ടികളാണെങ്കിലും ഒരാളുടെ മുന്നിൽ നിന്ന് ചോദിച്ചാൽ ഇത് പറയാൻ പാടില്ലാത്തതാണ് എന്നുള്ളൊരു തോന്നലാണ്. കാരണം കുട്ടികൾ ചോദിക്കുകയാണെങ്കിൽ അവരുടെ വായ നമ്മളപ്പോൾ പൊതു ഇത് പറയാൻ പാടില്ല, അതിനെ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഫോം കണ്ടിട്ടുണ്ട്, അതായത് ഒരു ഫോം ഫില്ലപ്പ് ചെയ്യണം. അപ്പൊ അമ്മ എന്താണ് സെക്സ് എല്ലാവരും ആരപ്പത് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ ചീത്ത പറയാണ്. എന്നിട്ട് എല്ലാവരും അവരോട് ടെലിഫിലിം കണ്ടായിരുന്നില്ലേ? അതെ. അപ്പൊ ലാസ്റ്റ് ഈ കുട്ടി ചോദിക്കണത് എന്താ, കുട്ടിയുടെ പേര്, വയസ്സ്, പിന്നെ അവരുടെ ആ സെക്സ് എന്താന്നുള്ള, മെയിലാ ഫീമെയിലാ എന്നുള്ളതാണ്. അതാണ് പലപ്പോഴും ഒരു വേർഡ് തന്നെ. കാരണം ഈ വേർഡ് ഒരു പുറത്ത് പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. അല്ലെങ്കിൽ കുട്ടി ഇത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ നമ്മൾ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് എൻ്റെ പേരൻസ് എൻ്റെ കസിനെയാണ് ഏൽപ്പിച്ചത് സെക്സ് ലൈഫിനെ കുറിച്ച് എനിക്ക് പറഞ്ഞത്. ഈ കസിൻ എന്ന് പറയുന്ന ഒരാഴ്ച മുന്നേ കെട്ടിയിട്ടുള്ളൂ, ഒരാഴ്ച മുന്നേ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ, എന്നെക്കാളും ഇളയ കുട്ടിയാണ്. അപ്പോൾ അവൾ വന്ന് പറയും, നീ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, ഏകദേശം എന്തൊക്കെയോ അറിയണ്ടാവില്ലേ. പിന്നെന്താ വെച്ചാൽ നമുക്ക് താല്പര്യമുള്ള സമയത്ത് മാത്രമാവണമെന്നില്ല, അവർക്ക് താല്പര്യമുള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ കിടന്നു കൊടുക്കേണ്ടി വരും. അതൊന്നും മൈൻഡാക്കണ്ട, അതങ്ങനെ നടന്നു പോയിക്കോളും. ഇതാണ് നമ്മളുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു ധാരണ എങ്ങനെയാണ്, അതായത് സ്ത്രീക്കായാലും ഇമോഷൻസ് വരണമെന്നില്ല, പക്ഷെ ഇങ്ങനെ ഇമോഷൻസ് വരാണ്ട് സെക്സ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പെയിൻഫുൾ മാത്രമല്ല സ്ത്രീകൾക്ക്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റഡീസ് പറയുമ്പോൾ 80% സ്ത്രീകൾക്ക് രതിമൂർച്ച എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിനെ പറ്റിയിട്ട് അറിവില്ല. ഇപ്പോഴും ഒരു നമ്മുടെ അടുത്ത് വന്നിരുന്ന ഒരു കേസിൽ തന്നെ അവർ പറയേണ്ടത് കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷം അങ്ങാണ്ടായി അത്ര, പക്ഷെ അവർ ഇതുവരെ എന്താണ് ഓർഗാസം എന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഡോക്ടറുടെ വീഡിയോ കണ്ടപ്പോഴാണ് അറിയേണ്ടത്. അത് എന്താണ് എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ ഒ പിയിലേക്ക് വരുന്നത് തന്നെ. അത്രയും കാലം അവർക്ക് കുട്ടികളുണ്ടാവാൻ കുട്ടികളായി, പക്ഷെ അതെന്താണ് അവർക്ക് സെക്ഷൽ ലൈഫിൽ ഇന്നേ വരെ അവർ പോസിബിളായിട്ട് അവർക്ക് അറിഞ്ഞിട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതൊന്നും അറിവില്ല. ഇത് ഒരു കല്യാണം കഴിക്കണോ കുട്ടികളാവണോ എന്നുള്ളൊരു പ്രോസസ്സിൽ അങ്ങനെ ലൈഫ് പോവുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ എനിക്ക് ഭയങ്കര പെയിനാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങൾ ഫോർ പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞു ഫോർ പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഓവറാണ്, ഫ്ലോർ പ്ലേ കഴിയുമ്പോഴേക്കും ഞാൻ ഭയങ്കര ഡ്രൈ ആയി പോവാണ്, അപ്പോൾ എനിക്ക് ഇതിനോട് താല്പര്യമോ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടാവാറില്ല എന്ന് വെച്ചപ്പോൾ അതിലെന്താ ഇത്ര ഫീൽ ചെയ്യാനുള്ളത്, അത് അവർക്ക് എൻജോയ്മെൻറ്റിനുള്ളതല്ലേ. സെക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ ഉള്ളത്, അവർക്ക് എൻജോയ്മെൻറ്റിനുള്ളതല്ലേ, പുരുഷന്മാർക്കുള്ളതല്ലേ. എനിക്കതിൽ പെയിൻ മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ആ ഒരു ഫോർ പ്ലേൻ്റെ സമയത്ത് കുറച്ചൊക്കെ ഞാനൊന്ന് എൻജോയ് ചെയ്യാറുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വെറും ടെററാണ് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്കാണ് പോകാറുള്ളത്. അപ്പോൾ നമ്മൾ വിഷയം മാറിപ്പോയി അതിൻ്റെ ഇടയിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് പോണിനെ കുറിച്ച്, മാസ്റ്റർബേഷൻ ചെയ്തിട്ട് വരുമ്പോൾ. അപ്പം ഈ മാസ്റ്റർബേഷൻ ശരിക്കും പലരും പറയാറുണ്ട് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, ഞാൻ എന്തൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഡോക്ടർ, ഞാൻ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്ത് ചെയ്യാതെ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്, പക്ഷെ അപ്പോൾ എനിക്ക് ഉറക്കത്തിൽ പോവാണ്, അല്ലെങ്കിൽ എനിക്ക് സ്ത്രീകളെ കാണുമ്പോഴേക്കും ഉദ്ധരണം വരികയാണ്, അപ്പോൾ ഞാനിങ്ങനെ ആൾക്കാരെ മുന്നിലൂടെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബസ്സിലും അതുപോലെ പബ്ലിക് പ്ലേസിലൊക്കെ അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഇതൊരാളുടെ അടുത്ത് പറയുക എന്നുള്ളതാണ്. നമ്മളുടെ ഫാമിലി ആവാം, ഫ്രണ്ട് ആവാം, ആരും ആവാം, പക്ഷെ അത് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരാളാവണം.
അതല്ലാതെ അതിലേക്ക് തള്ളി വിടുന്ന ഒരാളായാലും അതിന്റെ 8ന്റെ പണി വേറെ ആയിട്ട് അതെ അതെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വീടുകളിലൊക്കെ പറയാൻ മടിയുള്ളവർക്കാണെങ്കിൽ നല്ലൊരു കൺസൾട്ടന്റിനെ കണ്ടിട്ടോ അങ്ങനെ ആവാം. തീർച്ചയായിട്ടും. അപ്പം എന്താ വെച്ചാൽ ഇത് പറയാന്നുള്ളതാണ് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നതിൽ തന്നെ നമ്മളൊരു പകുതി ശതമാനം നമ്മളവിടെ ഉറച്ച് ഓക്കെ എനിക്കിത് നിർത്തണം എന്നുള്ളത്. അപ്പോൾ ഈ അടുത്തൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആണ് അത്. എങ്ങനെ അവർക്ക് ഒരു എക്സാം എഴുതാനുണ്ട്, അവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഒരുപാട് തവണ എനിക്ക് നേരിട്ട് ഡോക്ടറെ കാണാൻ കഴിയുന്നില്ല, കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ ആളുകൾ എന്നെ എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം അവർ ഫോണിലൂടെ നമ്മൾ കൗൺസിൽ ചെയ്ത് ഒരു തെറാപ്പിയിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞ് ആൾ പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഡോക്ടറെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. എനിക്ക് മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും എന്താ പറയുക, ഈ കള്ളുടിയന്മാരൊക്കെ ഉണ്ടല്ലോ, കള്ള് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ വിറക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ആ ഒരു ടെൻഡൻസി ആയിരുന്നു. പക്ഷേ ഇപ്പം എനിക്കതില്ല. എനിക്ക് എൻ്റെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ തന്നെ ഒരു ഹോബി ക്രിയേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടൈമില്ല വേറൊരു കാര്യത്തിനോട് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളോട് പറയാന്നുള്ളത്. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ സൈറ്റ്സ് ഫുള്ള് ബ്ലോക്ക് ചെയ്യുക. നമുക്കറിയാം ഇപ്പം എന്തൊക്കെ സൈറ്റിൽ നിന്നാണ് നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ടെലിഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഇതിനായിട്ടൊരു ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അതിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുക. അങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കട്ട് ചെയ്യുക. കാരണം അതൊന്നും ഒരിക്കലും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഈ നെഗറ്റീവ് തോട്ട്സുകൾ തരുന്ന കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാന്നുള്ള. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനത്തെ സൈറ്റ്സ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെ ആപ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് മുഖേന നമ്മൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വെബ്സൈറ്റ്സിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നടക്കുന്നില്ല എന്നാണെങ്കിൽ അടുത്തതൊരു എന്താ പറയുക നല്ലൊരു ഹോബി കണ്ടെത്തുക. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ടൈം കുറേ കിട്ടുകയാണ്, നമ്മൾക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസ് കിട്ടുകയാണ്, ആരും നമ്മളെ കാണുന്നില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യാം. പല ഇങ്ങനത്തെ തോട്ട്സ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനുള്ളൊരു എൻഗേജ്ഡ് ആവുക എന്നുള്ളത് ഇതിനകത്ത്. അപ്പോൾ അതിൽ മാക്സിമം എൻഗേജ്ഡ് ആവാൻ പുതിയ ഹോബീസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ വലിയൊരു ഹോബി ഇല്ല എന്നുള്ളതാണെങ്കിൽ നിർബന്ധമായിട്ട് ഉണ്ടാക്കുക, പുതിയത് ഉണ്ടാക്കുക. ഒരു പുതിയ നമ്മൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ നമ്മളെ മൈൻഡ് ആദ്യം ഡിസൈഡ് ചെയ്യണം, എന്നാലേ നമുക്ക് ഇതിനൊക്കെ ഒരു വിൽ പവർ ഉണ്ടാവുള്ളൂ. ഇതൊന്നും നടന്നിട്ടില്ല എന്നാണെങ്കിൽ പിന്നീട് ഒരു സൈക്കോ തെറാപ്പി ആവശ്യമാണ്. എന്നിട്ട് നടന്നിട്ടില്ല എന്നാണെങ്കിൽ മാത്രമേ ശരിക്കും ഒരു മെഡിസിൻ്റെ ആവശ്യമുള്ളൂ. ശരിക്കും ഇത്രയും സ്റ്റെപ്സ് ചെയ്യുമ്പോഴേക്കും തന്നെ ആൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് നല്ല പെയിനാണ്. അപ്പോൾ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്, അത്യാവശ്യം പ്രായമുള്ള ആളാണ്, കുഞ്ഞു കുട്ടിയൊന്നും അല്ല. പക്ഷെ എന്നാലും എന്താ പറയുക, എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പ്രായമൊന്നും അല്ല ഇതിലൊരു ഘടകമായിട്ടുള്ളത്. അവർക്ക് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് ഭയങ്കര പെയിൻഫുള്ളാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പെയിനുകൾ കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ പെയിൻ എന്നുള്ളത് എന്താ വെച്ചാൽ അവർ ഇപ്പം പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ചില പാത്തോളജിക്കൽ കണ്ടീഷൻ, ചില അസുഖങ്ങൾ മൂലം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ അഡിനോമയോസിസ്, അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് ഒക്കെ ഉള്ള വ്യക്തികൾ, പിന്നെ ഓവറിയിൽ സിസ്റ്റൊക്കെ ഉള്ള വലിയ സിസ്റ്റ്, ഫൈബ്രോയിഡൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ അവർക്കത് നേരത്തെ മുതലേ ഇത്തരത്തിലാണെങ്കിൽ അവർക്ക് പണ്ട് മുതലേ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അവർ തമ്മിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വിള്ളലുണ്ടെങ്കിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ അവരുടെ ഓരോ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫോർ പ്ലേ ഇല്ലെങ്കിൽ അവർക്ക് ലൂബ്രിക്കേഷൻ്റെ കുറവ് ഒരു പ്രധാന ഘടകമാണ് ഇത്തരത്തിൽ പെയിൻ ഉണ്ടാവാനുള്ളത്. കാരണം ഈ ലൂബ്രിക്കേഷൻ കുറയുമ്പോൾ തന്നെ അവർക്ക് പെനിസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നല്ല പെയിൻഫുൾ ആയിരിക്കും കോയിഷൻ. അതുപോലെ തന്നെ ചില പെൽവിക് ഇൻഫ്ലമേഷൻ, ചില നമ്മുടെ വെജൈനയിൽ ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസ്, നമ്മുടെ ലുക്കോറിയ പോലെ, അതുപോലെ തന്നെ നമ്മുടെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ, അതും ചില സ്ത്രീകളിൽ ചില റീസെൻ്റ്ലി ആയിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് വേണം നമ്മളത് ക്ലിയർ ചെയ്യേണ്ടത്. അത് പറഞ്ഞപ്പോഴാണ് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കേസ് ഇതായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുള്ളൂ. ആൾക്ക് ഫസ്റ്റ് ബന്ധപ്പെടാൻ പറ്റിയില്ല, ലൈക്ക് ഉദാഹരണം ഉണ്ടായില്ല. പിന്നെ ആൾ ഫുൾ ടെൻസ്ഡായി. അതായത് വൈഫ് ഓക്കെയാണ്, വൈഫ് പറഞ്ഞാൽ കുഴപ്പമില്ല, അത് ഓക്കെയാണ്, കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പെയിന് വരികയാണ് ഡോക്ടർ, എനിക്ക് ഉദാഹരണം വരുമ്പോഴേക്കും പെയിന് വരികയാണ്. ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, കുറേ മരുന്ന് കുടിച്ചു, ഒരു മാറ്റവും ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കിതാണെങ്കിൽ ഇത് ആലോചിച്ചിട്ട് എൻ്റെ മുടി കൊഴിയുകയാണ്. ഞാൻ ആകെ പേടിച്ച് വെപ്രാളപ്പെട്ട് ഞാൻ മരിച്ചാലോ എന്ന് പോലും ആലോചിക്കുകയാണ്. കാരണം ഒരു വൈഫിനെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൽ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇത് പേടിയാണ്. ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് പേടി മാത്രമായിരുന്നു, വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല.
ആ പേടിക്ക് മരുന്ന് കൊടുത്തോടുകൂടി ആൾ ഓക്കെ ആയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെയായിരിക്കും അപ്പോൾ ഇവരിപ്പോൾ ഈ ആണുങ്ങളെന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, ഫസ്റ്റ് നൈറ്റിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, എൻ്റെ വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ, അവളെ ഹാപ്പി ആയിരിക്കുമോ, അവൾ എന്നെ വിലയിരുത്തുമോ, ഞാനൊന്നിനും കൊള്ളാത്തവനാണെന്ന് തോന്നുമോ, ആ ഒരു രീതിയിലുള്ള കുറേ തോട്ട്സാണ് അവർക്ക് ശരിക്കും ആ സമയത്ത് വരുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഫ്ലോപ്പും കൂടെ ആയപ്പം പിന്നെ അവർക്ക് തീരെ, അതായത് ആ ഒരു വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും അവർക്കൊരു ഇഷ്യൂ ആയിട്ട് മാറി. വേറൊരു കേസ് ഉണ്ടായിരുന്നു, ഡിവോഴ്സിന് വേണ്ടിയിട്ട് വരികയാണ് അവർ. അതായത് വൈഫിനോട് ചോദിക്കുമ്പോൾ വൈഫ് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, ഹസ്ബൻഡിനാണ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അവളുടെ ജീവിതം എന്തിനാണ് ഞാൻ വെറുതെ കളയുന്നത് അതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അവിടെ ഒരു നിർബന്ധമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിയറാണ്, ഞാനിനി എങ്ങനെ എന്താ ഏതാ എന്നുള്ള പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഫിയറിൻ്റെ പുറത്തുണ്ടായ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലൈംഗികത എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നാണെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. കാരണം ആ ഒരു പേടി അവിടെ ഭയങ്കരമായിട്ട് കുടുങ്ങിക്കിടന്നുകൊണ്ട് ആൾക്ക് വൈഫിനോടുള്ള ബന്ധം, റിലേഷൻഷിപ്പിൽ, സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഭയങ്കര സിവിയറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം, പലരും അവരുടെ ഇഷ്ടങ്ങൾ മാത്രമാണ് നോക്കുന്നത്. പല പുരുഷന്മാരും ഇത് പ്രകൃതി വിരുദ്ധം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നത് അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പെയിനോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ ദാമ്പത്യ ജീവിതത്തിന് നന്നായിട്ട് ബാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? അതിലൊരു കാരണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അതൊരു മാനസിക രോഗമാണ് ശരിക്കും കേട്ടോ. കാരണം മറ്റുള്ളവർക്ക് പെയിന് വരുത്തിയിട്ട് സന്തോഷം കാണുക എന്നുള്ളത് അതൊരു മാനസിക രോഗം തന്നെയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരാൾ, അതായത് ഇത് ചെയ്യുന്ന ഒരാൾ ചിലപ്പം ചെറിയ പ്രായത്തിൽ എപ്പോഴെങ്കിലും ലൈംഗികമായിട്ട് അവർ അബ്യൂസ്ഡ് ആയിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അങ്ങനത്തെ ആളുകളിലാണ് പൊതുവെ ഇങ്ങനത്തെ ഒരു പ്രക്രിയ കാണാറുള്ളത്. അല്ലെങ്കിൽ ക്യാരക്ടർ ഉണ്ടാവുക. അതേപോലെ വേറെ ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഒരു എന്താ പറയുക, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള, ഐ മീൻ സെയിം സെക്സിനോടുള്ള താല്പര്യം, അതിലും ഒരു പരിധി വരെ നമ്മൾ സ്റ്റഡീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻകാലത്ത് ഇത്തരത്തിലൊരു അതായത് ചെറിയ പ്രായത്തിൽ അവർക്ക് നോന്ന് പറയാൻ അറിയില്ലാത്തൊരു പ്രായത്തിൽ അവർ അബ്യൂസ്ഡ് ആയിട്ടുള്ള ഹിസ്റ്ററീസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം അതൊരു വലിയ ഘടകമാണ്. അത് ആക്ച്വലി ഇപ്പം ഈ പറഞ്ഞ ഒരു കേസ് ശരിക്ക് അവർക്ക് കൗൺസിലിംഗ് തെറാപ്പികളൊക്കെ ഒരുപാട് ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ അത് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അതൊരു മരണത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് എത്തിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പലപ്പോഴും ഈ ദാമ്പത്യത്തിൽ ഉണ്ടാവുന്ന പല ഇഷ്യൂസ് എന്താ വെച്ചാൽ അതായിരിക്കും ഒരു മെയിൻ റീസൺ. എന്നിട്ട് പിന്നെ അവർക്കത് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഓരോ ഇഷ്യൂസ് ആയിട്ടായിരിക്കും അത് ഫാമിലിയിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ എന്താ പറയുക, ദാമ്പത്യത്തിൽ എങ്ങനെ പലപ്പോഴും ഈ ഒരു ദാമ്പത്യത്തിൽ ഉണ്ടാവുന്ന ഇഷ്യൂസാണ്. അപ്പോൾ പലപ്പോഴും ഈ ദാമ്പത്യത്തിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിൽ പുരുഷന്മാർ അടുത്ത് നമ്മൾ സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല പുരുഷന്മാരെ. കാരണം മറ്റൊരാളുടെ ഹസ്ബൻഡായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പുരുഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്കത് ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല. അത് ഈഗോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ പലപ്പോഴും ബോഡി ഷെയ്മിങ്, പല ഇപ്പം സെക്ഷൽ ഓർഗൻസിനെ പറ്റിയിട്ടാണെങ്കിലും അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ ഒരു കമ്പാരിസൺ വരുമ്പോഴും ചിലപ്പോൾ ഒരു പോൺ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും ചില ആഫ്രിക്കൻ വംശരുടെയൊക്കെ പോൺ വീഡിയോസൊക്കെ കാണുമ്പോൾ ചില ആളുകൾ വിചാരിക്കാറുണ്ട് അത്തരത്തിലാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു തെറ്റായ ധാരണകളൊക്കെ ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാനൊരു കേസ് പറഞ്ഞില്ല ആദ്യം തന്നെ, കാരണം എപ്പോഴും ബെഡ്റൂമിലെത്തിക്കഴിഞ്ഞാൽ വൈഫിൻ്റെ തമ്മിലുള്ള ഈ കുറ്റപ്പെടുത്തലും ഫാമിലിയിലെ ഇഷ്യൂസൊക്കെ എടുത്തിടുക. അപ്പോൾ എപ്പോഴും ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ ഒരു അവർക്കായിട്ടുള്ളൊരു സ്പേസ് കൊടുത്തുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് മിങ്കിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്ത്രീകളെപ്പോഴും ഇമോഷണലി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ സ്ത്രീകൾക്കും ഇതേപോലെ ഒരുപാട് റീസൺസ് ഉണ്ട്. പുരുഷന്മാർ സ്ത്രീകളോട് ചെയ്യാൻ പാടില്ലാത്ത. പലപ്പോഴും പുരുഷന്മാരെന്താ വെച്ചാൽ കമ്പാരിസൺ അവിടെയും നടക്കാം. കാരണം രണ്ടാൾക്കും ഈക്വലി കമ്പാരിസൺ ഉണ്ടാവാം, പുരുഷനെ ഉണ്ടാവാം, അതുപോലെ തന്നെ സ്ത്രീകളെ. ബോഡി ഷെയ്മിങ് എന്ന് പറയുക അല്ലെങ്കിൽ ഈ പോൺ വീഡിയോസിനകത്ത് കണ്ടിരിക്കുന്ന ആക്ടറുടെ പോലെ അല്ല. അതെനിക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു. ആ സ്ത്രീ പറഞ്ഞത്രേ, കാരണം കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് ഈ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടായിരുന്നു ബെഡ്റൂമിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചത്ര ഇതെന്താ ഇങ്ങനെയല്ലല്ലോ ഞാൻ കണ്ട വീഡിയോസിനകത്തൊന്നും എന്ന്. അപ്പോൾ അതോടുകൂടി തന്നെ ആ കുട്ടി ആകെ ഡസ്പായി. കാരണം എൻ്റെ ശരീരത്തിനെ പറ്റി എൻ്റെ ഹസ്ബൻഡ് ഒരു വിലയില്ലല്ലോ, മീൻസ് എന്നെ അവരിങ്ങനെയാണല്ലോ കാണുന്നത് എന്ന തരത്തിലായിരുന്നു അവർ ബെഡ്റൂമിലേക്ക്. അതുമൂലം തന്നെ പിന്നീട് അവരുടെ ദാമ്പത്യത്തിൽ അവർക്ക് യാതൊരു എൻജോയ്മെൻറ്റും ഉണ്ടായിട്ടില്ല. കാരണം അവർ വെറുതെ ഹസ്ബൻഡിന് വേണ്ടി കടന്നു കൊടുക്കുക എന്നുള്ളൊരു രീതിയിലായിരുന്നു. അപ്പോൾ കമ്പാരിസൺ ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ സ്ത്രീകൾ ഏറ്റവും ഇമോഷണലിയാണ് അവർ
ആഗ്രഹിക്കുക. പുരുഷന്മാരെക്കാളും ഒന്ന് അവരെ കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. നമ്മൾ കേട്ടിട്ടുണ്ട് തലയണ മന്ത്രം എന്നാണ് പൊതുവെ പറയുക സ്ത്രീകളെ പറ്റിയിട്ട്. എന്താ വെച്ചാൽ ബെഡ്റൂമിനകത്താണ് ഇതൊക്കെ പറയുന്നത്. പക്ഷേ അതൊരു തമാശ രീതിയിലാണെങ്കിലും ഒരു ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ ശരിയാണ്. കാരണം അവർക്ക് അവരുടെ പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സന്ദർഭം കൂടിയാണ്. പല ഇമോഷണൽ കാര്യങ്ങൾ മറ്റുള്ള പല ഓപ്പൺലി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതും. അവർക്ക് പൊതുവേ സ്ത്രീകൾക്ക് കൂടുതലായിട്ടൊന്നും വേണ്ട, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ളൊരു തരത്തിലൊക്കെ സെക്ഷുവലി അല്ലാത്തൊരു എന്താ സമയം അവരോട് കൂടെ, അതായത് ഇത് പറഞ്ഞ പോലെ ഈ ഫോർ പ്ലേ എന്ന് പറയുന്നത്, ആണുങ്ങൾക്ക് ഫോർ പ്ലേ എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് ഫോർ പ്ലേ എന്ന് പറയുന്നത്. പക്ഷെ ഒരു സ്ത്രീക്ക് ഫോർ പ്ലേ എന്ന് പറയുന്നത് ദിവസങ്ങൾ മുന്നേ ശരിക്കും തുടങ്ങിയിട്ടുണ്ടാവും. അതായത് വെറുതെ ഇങ്ങനെ കാഷ്വൽ ആയിട്ടിരുന്ന് സംസാരിക്കുന്നത് പോലും ആക്ച്വലി ആ ഒരു ഫോർ പ്ലേൻ്റെ ഭാഗമാണ്. ഒന്ന് വെറുതെ നോർമലായിട്ടൊന്ന് തൊടുന്നത്, ഒരു സെക്ഷൽ അല്ലാത്തൊരു ടച്ച്. എപ്പോഴും എന്നോട് പല സ്ത്രീകൾ വന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഞാൻ വെറൊരു സെക്സ് ടോയ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡ് എന്നെ അങ്ങനെ അല്ലാതെ തൊട്ടിട്ടില്ല, അങ്ങനെ അല്ലാതെ എൻ്റെ ബെഡ്റൂമിൽ എന്നോട് പെരുമാറിയിട്ടില്ല. അതായത് ബെഡ്റൂമിൻ്റെ പുറത്താവുമ്പം ചിലപ്പം പേരൻസ് ഉണ്ടാവും, മക്കളുണ്ടാവും, അവരുടെ മുന്നിലൊക്കെ ഞാൻ വേറെ ഏതോ ഒരു വേലക്കാരി പോലെയോ അല്ലെങ്കിൽ വേറെ എങ്ങനെയോ എന്തോ ഒരു സ്ത്രീയാണ്. എന്നോടൊന്ന് നേരെ സംസാരിക്കാറ് പോലുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്കുള്ള നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്, ബെഡ്റൂമിൻ്റെ പുറത്തുണ്ടാവാറുണ്ട്. എന്നെ ഒന്ന് വന്ന് കെട്ടിപ്പിടിക്കുക, പോകുന്ന സമയത്ത് ഒരു ഉമ്മ തരിക, ഇതൊന്നും എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും എന്നോട് ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു വില എന്താണ്, ഹസ്ബൻഡിൻ്റെ മുന്നിൽ എന്താണ്, ഞാൻ വെറൊരു സെക്സ് ടോയ് ആണോ? അതിലപ്പുറം നമുക്കുണ്ടല്ലോ ഓരോരുത്തർക്കും ഒരു വാല്യൂ എന്നുള്ള, നമ്മൾക്കൊരു വാല്യൂ ഉണ്ടല്ലോ, ആ ഒരു വാല്യൂനെസ് ഫീൽ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഒരു പുരുഷനോട് ഉണ്ടാവുന്നൊരു വിരക്തി ഉണ്ട്. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഫോർ പ്ലേ എന്ന് പറയുന്നത് ബെഡ്റൂമിൻ്റെ പുറത്ത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യണം. പിന്നീട് നിങ്ങൾ ബെഡ്റൂമിൽ വന്നിട്ട് ബാക്കി ഫിസിക്കലായിട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആവശ്യങ്ങൾ ചോദിച്ചറിയുക, അതുപോലെ ഇമോഷണലി ആണ് എപ്പോഴും സ്ത്രീ ആക്ടിവേറ്റ് ആവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആക്റ്റീവായിട്ട് ഒരു സെക്ഷൽ ലൈഫിലേക്ക് അവർ എത്തുള്ളൂ. അല്ലാതെ എത്രത്തിലും മെൻ്റലാണ് അവരുടെ ഏറ്റവും പ്രധാന ഘടകം. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എന്താണ് അവർ പറയുന്നൊക്കെ നിങ്ങൾ കേട്ടോളൂ. ഡോക്ടറെ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനൊക്കെ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്തി വരൽ തുടങ്ങി. കുറേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ മുതലുള്ള കാര്യങ്ങൾ അവൾ പറയുന്നത്. ഞാൻ അത് ചെയ്തില്ല, ഞാൻ എൻ്റെ ഒന്നാമത്തെ വർഷത്തിൽ ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല. പക്ഷെ അല്ല, അതിലൊരു ഘടകം എന്ന് പറയാനുള്ളത് സ്ത്രീകൾ അങ്ങനെയാണ്. അതായത് അവർക്ക് ആദ്യം മുതലുള്ള കാര്യങ്ങൾ അത് അതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല, അവർ ചോദിച്ചിട്ടുണ്ടാവില്ല, പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ മനസ്സ് നിന്നങ്ങ് പോകുമ്പോഴേ അത് പോവുള്ളൂ. അതായത് പറഞ്ഞു തീരുമ്പോ അതങ്ങ് തീരും. ചിലപ്പോ കുറെ കരച്ചിലുണ്ടാവും, അതങ്ങ് പോവും. പക്ഷെ അത് ഒരു തവണ അവർ കംപ്ലീറ്റ് ആയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് അതങ്ങ് തീരും. അപ്പൊ ഹസ്ബൻഡ്സ് അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വായിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം നിറച്ചിരിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ കേൾക്കുന്നത് അവരെ ഈഗോനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഫീൽ ചെയ്യും, അതായത് ആ സ്ത്രീക്ക് തന്നെ ഫീൽ ചെയ്യും. അവരെന്നെ പറയാറുണ്ട്, ഞാൻ നിങ്ങൾ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ സങ്കടങ്ങളാണ് ശരിക്കും പുറത്ത് വന്നത്, അല്ലാതെ എനിക്ക് നിങ്ങളോട് സ്നേഹക്കുറവോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളോടുള്ള ദേഷ്യമോ ഒന്നുമല്ല, എൻ്റെ മനസ്സിലുള്ള ഒരു സങ്കടം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നുള്ളത് അവസാനിക്കുന്നതോട് കൂടെ അവിടെ അവസാനിക്കണം. അതല്ലാതെ പിന്നെ അന്ന് അവൾ എന്നോട് അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പിന്നീട് കേൾക്കാനുള്ള മനസ്സാണ് ഏറ്റവും വേണ്ടത്. അപ്പം എന്താ വെച്ചാൽ പലപ്പോഴും സ്ത്രീകൾക്ക് അത് എല്ലാവരോടും പറയാൻ കഴിയില്ല. ഹസ്ബൻഡിൻ്റെ അടുത്ത് കാര്യം ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെ പറയണല്ലോ. അപ്പോൾ അവിടെ വരുന്നൊരു ഇഷ്യൂ ആണ് മെയിനായിട്ട് അത്. പിന്നെ പൊതുവായിട്ട് എന്താ പറയുക, ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ സ്ത്രീകൾ പൊതുവെ ജോലി ചെയ്യാത്ത ആളുകൾ കൂടി ആണെങ്കിൽ അവർക്കത് എവിടെ തുറക്കാനില്ല. പിന്നെ വീട്ടുകാരോട് പറയാൻ പാടില്ല, പറയാൻ കഴിയില്ല, സുഹൃത്തുക്കളോട് പറയാൻ കഴിയില്ല. ഇപ്പോൾ ജെൻസിനെ സംബന്ധിച്ചിടത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലേഡീസ് പൊതുവെ അതങ്ങനെ ഷെയർ ചെയ്യാത്ത ആളുകളാണ്. അപ്പോൾ ആരോടും പറയാൻ കഴിയാത്തൊരിത് അവരൊറ്റ ഒരു ദിവസം ബോംബ് പൊട്ടുന്ന പോലെ അധികം അങ്ങനെ ബോംബ് പൊട്ടല് ഡിവോഴ്സിലാണ് എത്തില്ലേ. ഇപ്പം അതിന് നേരെ തിരിച്ചുണ്ട്. കാരണം എന്താ വെച്ചാൽ പുരുഷന്മാരും ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വരുമ്പം, കാരണം അവരുടെ പാർട്ട് കേൾക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരുമ്പോഴേ, കാരണം അതും ഒരു ഇമോഷണൽ ബേസ്റ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവർ റിയാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഒന്നുകിൽ അവരുടെ സ്ട്രെസ്സ്, ജോലി സ്ഥലത്തുള്ള സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഇമോഷണൽ ഒരുപാട് ഇതിൽ കൂടി ആയിരിക്കും അവരും പോകുന്നുണ്ടാവുക. അപ്പോൾ പരസ്പരം ഇത് രണ്ടുപേരും മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് ഒരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഹസ്ബൻഡ് ഭയങ്കര ഇമോഷണലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള, ഇമോഷണല അയാളുടെ ജോലി സ്ട്രെസ്സുള്ള ആളാണ്. അപ്പം ആള്
ആൾക്ക് എന്ത് സ്ട്രെസ്സ് വന്നാലും ഇനി ഫാമിലിയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരാളുടെ അടുത്ത് അത് പറയില്ല, ഭയങ്കര ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പോൾ ഇയാളിത് എന്താണ് വൈഫ് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒന്നുമില്ല എന്ന് പറഞ്ഞു പോകും. വൈഫിന് പിന്നെ സംശയം തുടങ്ങി, ഇതെന്താ എന്നോട് പറയാത്ത, എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, എന്റെ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അത് എന്നോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണോ, വേറൊരാളോട് എന്തോ ബന്ധമുള്ളതുകൊണ്ടാണോ, ആ ഒരു രീതിയിൽ കാര്യങ്ങൾ. അപ്പം എന്താ വെച്ചാൽ പുരുഷന്മാർ പൊതുവെ അങ്ങനെയാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രെസ്സോ ദേഷ്യമോ വന്നു കഴിഞ്ഞാൽ, സങ്കടം വന്നു കഴിഞ്ഞാൽ വിളവിളവിളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ആളുകളടുത്ത് അത് പറയുള്ളൂ. അതായത് ഇപ്പം നമ്മളടുത്ത് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മെച്ചോർ ആവണം. നമ്മളെ ഹസ്ബൻഡ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏതൊരു പുരുഷനാണെങ്കിലും അവർക്കൊരു സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ അവർക്കൊരു സാന്ത്വനം കിട്ടും. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും വേണ്ട, പണിയായിട്ടുണ്ടാവും. തിരിച്ചാൾ വന്ന് പറഞ്ഞു നമ്മളുടെ അടുത്ത് എന്താണ് ചെയ്തതും അബദ്ധമായിപ്പോയി, മോശമായിപ്പോയി, ആകെ പോയി, പൈസയൊക്കെ പോയി. ആ സമയത്ത് നിങ്ങളോട് ഞാൻ അപ്പളേ പറഞ്ഞതല്ല പരിപാടിക്ക് നിൽക്കണ്ട എന്നുള്ള ഡയലോഗാണ് കേട്ടത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ആ ഹസ്ബൻഡ് വന്നിട്ട് നമ്മളെ ഷെയർ ചെയ്യില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ഏതൊരു സാഹചര്യത്തിലും ഇപ്പോൾ ഒരു വൈഫിനാണെങ്കിലും ഒരു ഹസ്ബൻഡിനാണെങ്കിലും അവരുടെ സിറ്റുവേഷൻ നോക്കി ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു വൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, ഹസ്ബൻഡ് ഭയങ്കര ഡള്ളായിട്ടാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ പിന്നാലെ നടന്ന് ചൊറിഞ്ഞ് നടക്കുക എന്നുള്ളതല്ല. അവർക്ക് ഓക്കെ ഞാൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാനിവിടെ ഉണ്ട് എന്നുള്ളൊരു സാമീപ്യം കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു സാമീപ്യം ഉണ്ടെങ്കിലേ അവരത് കാര്യങ്ങൾ പറയുള്ളൂ. പിന്നാലെ നടന്ന് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ ക്ലോസ്ഡ് ആവുക ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ പറയാതിരിക്കുക ചെയ്യുക. നേരെ മറിച്ച് ഒരു പുരുഷൻ ചിലപ്പോൾ വരുന്ന സമയത്ത്, ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ്, സ്ത്രീ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ബാലൻസ് വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു കപ്പിൾ ലൈഫ് ഓക്കെ ആണെങ്കിൽ ശരിക്കും സെക്ഷൽ ലൈഫും നല്ല രീതിയിൽ ഓക്കെ ആവുള്ളൂ. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ആകെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മാനസിക ഐക്യം, അതേപോലെ ശാരീരികമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചിലപ്പോൾ സ്ത്രീക്ക് ഒരുപാട് രോഗങ്ങളുള്ള ആളാവാം, പുരുഷന് രോഗങ്ങളുള്ള ആളാവാം, അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളാവാം. അതിൽ ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ പിന്നെ നിൽക്കണോ എന്നുള്ള ചോദ്യമുണ്ട്. എൻ്റെ പല പേഷ്യൻസ് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ ആ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ തറച്ചാ ചെയ്ത്, എനിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വൈഫിൻ്റെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പരസ്പരം ഇഷ്ടങ്ങൾ എന്താണ്, അനിഷ്ടങ്ങൾ എന്താണെന്നുള്ള കമ്പയർ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. അതായത് ഇപ്പം ചില സ്ത്രീകൾക്ക് ചില കാര്യങ്ങൾ തൊടുന്നത് അല്ലെങ്കിൽ ചില രീതിയിൽ സമീപിക്കുന്നത്, ചില സെക്ഷൽ ആയിട്ടുള്ള ഇഷ്ടമില്ല, ചില പുരുഷന്മാർക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഏതാണ് എന്നുള്ളത് ഒരിക്കലെങ്കിലും ആക്ച്വലി ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഡിസ്കസ് ചെയ്യണം. പലപ്പോഴും അത് നടക്കാറില്ല. അങ്ങനെ നടന്നിട്ടാണ് നിങ്ങളെ ബെഡ്റൂം ലൈഫിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്നും ലൈഫ് ഒരു ഹാപ്പി ആൻഡ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നേച്ചറിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങളുടെ അറിവിലോ നിങ്ങൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻറ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ സേവനം ഇവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായും ലഭ്യമാണ്. നിങ്ങൾക്ക് താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.